മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജനുവരി 22 വ്യാഴം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര ദുർവിനിയോഗം തടയാനും പ്രവർത്തന സ്വാതന്ത്ര്യവും സ്വഭാവശുദ്ധിയും ഉറപ്പുവരുത്താനും നിയമനങ്ങളിലടക്കം മാറ്റം വരുത്തണം എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. EDയെ സ്വതന്ത്രവും സംശുദ്ധവുമാക്കണം. ഏതാനും വർഷങ്ങളായി വാർത്തകളിൽ കൂടുതൽ വരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ EDയും സംസ്ഥാനങ്ങളുമായി നിലനിൽക്കുന്ന ഏറ്റുമുട്ടലുകളും കോടതി വ്യവഹാരങ്ങളും കൂടി വാർത്തകളിൽ കാണാമായിരുന്നു. പശ്ചിമ ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയരൂപവൽക്കരണ പ്രചാരണ കൺസൾട്ടൻസിയായ IPAC അഥവാ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി കാര്യാലയത്തിൽ ED നടത്തിയ റെയ്ഡും സ്ഥലത്തെത്തിച്ചേർന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ധർണയും തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയും അതേ തുടർന്ന് സുപ്രീം കോടതിയിൽ നടന്ന നിയമവ്യവഹാരങ്ങളുമെല്ലാം EDയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ചകൾക്ക് വഴിയൊരുക്കിയതാണ്. EDയുടെ പരിശോധന തടസ്സപ്പെടുത്തിയതിന് സംസ്ഥാന സർക്കാർ മെഷീനറിയെ പ്രഥമ ദൃഷ്ട്യാ കുറ്റപ്പെടുത്തിയ കോടതി ഇരുകക്ഷികളുടെയും വാദം കേട്ട് വിധി പറയാനിരിക്കുന്നു. കേരളത്തിലും കിഫ്ബി വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന പേരിൽ തലപ്പത്തുള്ളവർക്കെതിരെ കേസെടുത്തതും സംസ്ഥാന സർക്കാർ EDക്കെതിരെ കേസ് ചാർജ് ചെയ്തതും ചൂടുപിടിച്ച ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. EDക്ക് റിട്ട് ഫയൽ ചെയ്യാമോ എന്ന വിഷയത്തിൽ ഹൈക്കോടതി നൽകിയ അനുമതി ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പാകെയുണ്ട്. ഈ കേസിൽ തമിഴ്നാടും കക്ഷി ചേർന്നിരിക്കുന്നു. വിദേശ നാണ്യ വിനിമയ നിയമലംഘനങ്ങൾ കൈകാര്യം ചെയ്യാൻ 1956 രൂപവൽക്കരിച്ച എൻഫോഴ്സ്മെന്റ് യൂണിറ്റാണ് പല പരിണാമങ്ങൾ കടന്ന് 1957 പേരുമാറ്റത്തോടെ ED ആയി രൂപപ്പെട്ടത്. അതിനിടയിൽ വിദേശ നാണയ നിയന്ത്രണ നിയമം അഥവാ FERA 1999 ഫെമ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയി മാറുകയും ചെയ്തു. അന്തർദേശീയ തലത്തിലെ കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവണതകളുടെ ഭാഗമായി ഇന്ത്യയിലും പണം വെളുപ്പിക്കൽ നിരോധന നിയമം അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് PMLA രൂപം കൊള്ളുകയും അതും EDയുടെ വരുതിയിൽ വരികയും ചെയ്തു. മുഖ്യമായും ഈ രണ്ട് നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ED കേസുകൾ ചാർജ് ചെയ്തു വരുന്നത്. എന്നാൽ അത്തരം നിയമലംഘനങ്ങൾ കണ്ടുപിടിച്ച് കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം ഇന്ന് ED അതിന് നൽകപ്പെട്ട വിപുലമായ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അറസ്റ്റ് അധികാരങ്ങൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിന് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ മാധ്യമ കേന്ദ്രങ്ങളെ നടപടികൾക്ക് വിധേയമാക്കി പീഡിപ്പിക്കുന്ന ദൃശ്യമാണ് അധികവും. ശിക്ഷ വിധിക്കപ്പെടാതെ തന്നെ അന്വേഷണങ്ങളും കോടതി നടപടികളും നടക്കുന്നതിനിടയിൽ ആരോപിതർ നീണ്ടകാലം ജയിലിലെ കഷ്ടതകൾ അനുഭവിച്ച ശേഷം കുറ്റമുക്തരാകുന്ന സംഭവങ്ങളാണ് കൂടുതൽ. അതിനിടയിൽ വാർത്തകൾ അന്വേഷണങ്ങൾക്കിടയിൽ തന്നെ മാധ്യമങ്ങളിൽ വരികയും അതുവഴി ആരോപിതർ മാധ്യമ വിചാരണയിലൂടെ പേരുദോഷം അനുഭവിക്കുകയും ചെയ്യുന്നു. വിചാരണയിലൂടെ കുറ്റം തെളിഞ്ഞ് ശിക്ഷിക്കപ്പെടുന്നവരുടെ ശതമാനം വളരെ കുറവാണ് എന്നും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കാം. വിപുലമായ അധികാരങ്ങൾ EDക്കുള്ളതിനാൽ അത്ര തന്നെ ദുരുപയോഗ സാധ്യതയുമുണ്ട്. ആരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും അവർ പ്രതിയോ സാക്ഷിയോ എന്ന് വ്യക്തമാക്കാതെ സത്യം ചെയ്ത മൊഴികൾ രേഖപ്പെടുത്താനും വ്യക്തമായ തെളിവില്ലെങ്കിലും വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും അതിനും വ്യക്തമായ തെളിവൊന്നും വേണ്ട. തൽക്കാലത്തേക്ക് ആസ്തികൾ ഉടൻ കണ്ടുകെട്ടാനുമെല്ലാം EDക്ക് അധികാരമുണ്ട്. ഇതെല്ലാം കൃത്യമായി കുറ്റം ആരോപിക്കപ്പെടാവുന്നവരുടെ നേരെ മാത്രം ഉപയോഗിച്ചാൽ പരാതികൾക്ക് ഇടയാവില്ല. എന്നാൽ ആദ്യം അകത്താക്കുക, ശേഷം ചാർത്തേണ്ട കുറ്റത്തിന്റെ ഗുണപരിശോധന എന്നതാണ് EDയുടെ നടപടിക്രമം എന്ന് വന്നിരിക്കുന്നു. അവയിൽ ഭൂരിഭാഗവും ഭരണകൂടത്തിന്റെ എതിരാളികളുമായിരിക്കും. ഏതാനും വർഷങ്ങളായി ED ചാർജ് ചെയ്ത ആകെ കേസുകളിലെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ഇങ്ങനെ സത്യസന്ധതയും സാമ്പത്തിക സദാചാരവും നിഷ്കർഷിക്കുന്ന ED ഉദ്യോഗസ്ഥർ അത്രയൊന്നും ശുദ്ധരല്ല എന്നതാണ് പലപ്പോഴായി പുറത്തുവരുന്ന സത്യം. 2023 നവംബറിൽ രാജസ്ഥാനിൽ ഒരു ചിട്ടി ഫണ്ട് കേസിൽ വെള്ളം ചേർക്കാൻ ED ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് കൈയോടെ പിടിക്കപ്പെട്ടിരുന്നു. അധികം താമസിയാതെ തമിഴ്നാട്ടിലെ മധുരയിൽ ED ഉദ്യോഗസ്ഥൻ ഒരു കേസില്ലാതാക്കാൻ പണം ആവശ്യപ്പെടുന്നതിനിടെ തൊണ്ടി സഹിതം പിടിയിലാടി.
2024 മുംബൈയിൽ ഒരു ED അസിസ്റ്റന്റ് ഡയറക്ടറെ ആഭരണ വ്യാപാരിയിൽ നിന്ന് കൈകൂലി വാങ്ങിയതിൻ്റെ പേരിൽ CBI അറസ്റ്റ് ചെയ്തു. ഒഡീഷയിലെ ഒരു ED ഉദ്യോഗസ്ഥൻ ഇക്കഴിഞ്ഞ വർഷം പിടിക്കപ്പെട്ടത് ഖനവ്യവസായിയിൽ നിന്ന് കോടികൾ ആവശ്യപ്പെട്ടതിനാണ്. ഇത്തരം കുറ്റങ്ങളിലെല്ലാം സസ്പെൻഷൻ, പത്രപ്രസ്താവന എന്നിവ നടത്തിയിട്ടുണ്ടെങ്കിലും മൗലികമായ തിരുത്തൽ നടപടികൾ എടുത്തതായി അറിവില്ല. EDയെ ഉപയോഗിച്ചുള്ള അഴിമതിയും തടയണമെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളോട് കെട്ടുപാടുകളില്ലാത്ത സ്വതന്ത്ര സംവിധാനം വേണം. ഇപ്പോൾ തലപ്പത്തുള്ള ഡയറക്ടറെ നിയമിക്കുന്നത് തന്നെ വിജിലൻസ് ഡയറക്ടർ നയിക്കുന്ന ഒരു ഉന്നത സമിതിയുടെ ശുപാർശ അനുസരിച്ച് കേന്ദ്ര സർക്കാർ തന്നെയാണ്. മറ്റു പല കേന്ദ്ര തസ്തികകളുടെ കാര്യത്തിൽ എന്നതുപോലെ തലപ്പത്തുള്ളവർ സ്വതന്ത്രമാവും എന്ന് ഉറപ്പില്ലാത്ത ഒരു വ്യവസ്ഥയാണിതും. അതിനു പകരം പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ജഡ്ജിയും സർക്കാർ പ്രതിനിധിയും ഉൾപ്പെട്ട ഒരു പാനലിൻ്റെ ശുപാർശയിലൂടെ വേണം നിയമനം. ഒപ്പം മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് പെൻഷനായാൽ നിയമനങ്ങൾ നൽകുന്നതിൽ നിയന്ത്രണങ്ങളുണ്ടാവണം. ഇത്തരം വ്യവസ്ഥകളുണ്ടായാൽ പ്രവർത്തന സ്വാതന്ത്ര്യവും സ്വഭാവശുദ്ധിയും ഒരു പരിധിവരെ ഉറപ്പുവരുത്താനാവും. അത് വേണമെന്ന് ചിന്തിച്ചു തുടങ്ങേണ്ടത് ഭരിക്കുന്ന സർക്കാരാണ് എന്ന അവസ്ഥയ്ക്ക് ആദ്യം മാറ്റം വരണം. മാധ്യമം പോഡ്കാസ്റ്റ്.